എൻ്റെ പഴയ വീടും എൻ്റെ ചുറ്റുവട്ടവും ഞാൻ ജീവിക്കുന്ന ആ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആൾക്കാർ കണ്ട് ശ്രീ മോഹൻലാൽ നമ്മുടെ ഇക്കയെ ഫോളോ ചെയ്യുന്നുണ്ട്. ആകെ മോഹൻലാൽ ഫോളോ ചെയ്യുന്ന 30 പേരിൽ ഒരാൾ ഇക്കയാണ്. ധാരാട്ടൻ അത്തിയുടെ വീഡിയോ കണ്ട് ഫോളോ ചെയ്യുന്നു. സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, നമ്മളെന്താ ചക്കായി പോയി, എന്താ കിളി പോയി. കൂടടിച്ച് കിഡ്നി സ്റ്റോൺ വരെ കിഡ്നി സ്റ്റോൺ, എനിക്ക് ലങ്സ്, കുറച്ച് അസുഖങ്ങൾ, കുറെ കുറെ ആൾ ആശുപത്രിയിൽ ഇപ്പോഴും ആ ഒരു ചികിത്സയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് അദ്ദേഹത്തെ ഇങ്ങ് വിളിച്ചാലോ, ഇതിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അത്തി എന്ന് പറയുന്നത്. കാര്യം തട്ടുകട നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ എല്ല് വാരാൻ വരെ പോയിട്ടുണ്ട്, മൃഗങ്ങളുടെ എല്ല് വാരി വളത്തിന് വരെ കൊടുക്കാൻ വരെ പോയിട്ടുണ്ട്. കുഴിക്കകത്ത് ഞങ്ങളെ ഇറങ്ങിയിട്ട് ചാക്കിനകത്തത് വാരി ഭയങ്കരമാണോ എന്ന് വെച്ചാൽ നമ്മൾ 7 വെള്ളത്തിൽ കുളിക്കാൻ പോലും പണം പാടില്ല. ഞാനും അഞ്ചായും കൂടെ ഏത് മരണം വരെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ നമുക്കിടാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ അവരത് ചെയ്തു നോക്കുന്നതാ. ഈ ഇത്രയും വയസ്സിനിടയിലും വളരെ സന്തോഷിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ നമ്മളങ്ങ് ചിരിക്കുകയാണ്, മനസ്സിൽ സങ്കടം വെച്ച് ചിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. പ്രസന്റേഷൻ സേവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ലൈഫിൽ ഒരു അപ്ഗ്രേഡ് വേണം, ആകമത്തൊരു ചേഞ്ച് വേണം കുട്ടാ. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. കാരണം ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നമസ്കാരം, മാറ്റിനിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വിചാരിക്കും ഞാനെന്താ ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഒരാളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടും ഈ സെറ്റപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ്. നമ്മുടെ വില്ലേജ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായിട്ട് മാറിയ നമ്മുടെ നസീർക്ക്. അപ്പോൾ നമുക്ക് നസീറിക്ക് നമുക്ക് ഇങ്ങോട്ടൊന്ന് വിളിക്കാം. ബാ നസീർക്ക, അതെ ഇപ്പുറത്തോട്ട് വന്നു. എന്തൊക്കെയാണ് നസീർക്ക വിശേഷം? നല്ല വിശേഷങ്ങൾ, ഒരുപാട് സന്തോഷം നിങ്ങൾ നമ്മളെ കാണാൻ വന്നത്. കാര്യം അതൊരു ഭാഗ്യം തന്നെ. കൊച്ചിയിൽ നിന്ന് അല്ല എറണാകുളത്തു നിന്നൊക്കെ നിങ്ങളിവിടെ നമ്മളെ കാണാൻ വന്നത് തീർച്ചയായിട്ടും ഒരു വളരെയേറെ സന്തോഷം തരുന്ന കാര്യം തന്നെ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഈ കുക്കിംഗ് കുറച്ച് ദിവസമായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു, വയനാടിൻ്റെ പരിപാടി വീഡിയോ ഒക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു നല്ല മണമൊക്കെ അടിച്ച് വെജിറ്റബിൾ ബിരിയാണിയൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? അപ്പം നമ്മൾ എന്നും വീഡിയോ ചെയ്യുന്നുണ്ട്, കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലും ചെറിയ വീഡിയോകളാണ് ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ചെറിയ ഫാമിലിക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഫുഡുകളൊക്കെയാണ് ഞാൻ കഴിവതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല സപ്പോർട്ടും ഉണ്ട് ആൾക്കാർ. അപ്പം ഇന്ന് എന്താണ് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ വൈഫും കൂടെ തീരുമാനിച്ചപ്പോൾ പറഞ്ഞു നമുക്കിന്നൊരു വെജിറ്റബിൾ ബിരിയാണി നമുക്ക് ചെയ്യാം. അപ്പം ഇതിനു മുമ്പ് നേരെ വേറൊരു വെജിറ്റബിൾ ബിരിയാണി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതും രണ്ടും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് റൈസ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് റൈസ് ഇട്ട് ചോറ് പറ്റിച്ചെടുക്കുക. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്നത് പച്ചക്കറിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം റൈസ് വേവിച്ച് അതിൻ്റെ വെള്ളോട്ടിടുക. അങ്ങനെ എനിക്ക് ഇതൊന്ന് കഴിച്ചാൽ കൊള്ളാമെന്ന് നല്ല ആഗ്രഹം. കഴിച്ചത് തീർച്ചയായിട്ടും വീഡിയോ കണ്ട് കഴിക്കണം എന്നാണ് കാര്യം. പിന്നെ എനിക്ക് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല, ഇന്നൊന്ന് കഴിച്ചു വെക്കാറ്. പിന്നെ നിങ്ങളെ കൊച്ചിക്കാരെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു വ്യത്യസ്തമായ രീതി ഒരുപാട് ഫുഡുകളൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരെ. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നത് മാത്രമല്ല മനസ്സുകൊണ്ട് അത്
മനസ്സറിഞ്ഞ് തരുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടും. അത് അങ്ങനെ തന്നെ വേണം. അതെ, നല്ല മനസ്സിൽ സന്തോഷത്തോടു കൂടി തന്നെ പാചകം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെ. അപ്പോൾ എനിക്ക് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ മോൻ്റെ പേര്? എൻ്റെ ജിത്തു. അപ്പം നമ്മളെ ജിത്തുമോൻ ഇച്ചിരി വെജിറ്റബിൾ ബിരിയാണി ഒന്ന് കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് നോക്കാം. മോശമാണെങ്കിലും നല്ലതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അങ്ങനെയല്ല, ഇത് തീർച്ചയായിട്ടും നല്ല ഐറ്റം തന്നെയാണ്. അപ്പം നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഒന്ന് കാണണമെങ്കിൽ കാണിച്ചു, പ്രേക്ഷകർ കാണണമെങ്കിൽ നമ്മുടെ ക്യാമറമാൻ ഒരാൾക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം പച്ചക്കറിയൊക്കെ റെഡിയാക്കി. വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് അത്യാവശ്യം വെജിറ്റബിൾ വേണം. വെജിറ്റബിൾ വേണം അല്ലേ? അപ്പം ആദ്യമേ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇച്ചിരി സലാഡ് എടുത്തോട്ടെ. ഇത് നേരത്തെ വെച്ച് ആൾക്കാർ കാണിച്ചു കൊടുക്കേണ്ട സംഭവമല്ലേ? നേരത്തെ നമ്മൾ ഒന്ന് സാമ്പിൾ കാണിച്ചു തന്നുള്ളൂ. ഇച്ചിരി സലാഡ്, തൈര് സലാഡ്. തൈര് സലാഡ്. ഇത് തൈര് സലാഡ്, പപ്പടം, നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാർ പോരെ, നല്ല നാടൻ നാരങ്ങ അച്ചാർ. മറ്റേ നാരങ്ങ അച്ചാറല്ല, നമ്മളിവിടെ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് എനിക്ക് പിന്നെ കഴിക്കാൻ ഒരുപാടുണ്ട്, പക്ഷെ ഇപ്പം എനിക്കൊന്ന് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അവിടെ ഇരിക്കും. ഇല്ലില്ല, ഞാനിന്ന് കഴിച്ചോളാം. അവിടെ ഇരുന്നേ. ഇല്ല, മൊത്തം കഴിക്കാൻ പറ്റില്ല, നമുക്ക് വീഡിയോ എടുക്കണമല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് ടേസ്റ്റ് പിടിച്ചിട്ട് പിന്നെ കഴിക്കാം. ബീഫ് അച്ചാർ എല്ലാം ഉണ്ട്. ബീഫ് അച്ചാർ, മീനച്ചാറൊക്കെ ഉണ്ട്. ഇല്ല, നമുക്ക് പിന്നെ ഉച്ച കഴിഞ്ഞ് നമ്മൾ കഴിക്കും. അല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമല്ലോ, അത് അല്ലാതെ കഴിക്കാം. ഇപ്പോൾ വെജിറ്റബിൾ ബിരിയാണി വെജിറ്റബിൾ ആയിട്ട് സത്യസന്ധമായിട്ട് പറയണേ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഇത് ചെയ്ത് നോക്കാനുള്ളതാണ്. ഞാനിപ്പോൾ നന്നാട് അടിപൊളി എക്സ്പ്രഷനൊക്കെ ഇട്ട് ഇവർ പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാണിക്കുന്നത്, പക്ഷേ സൂപ്പറായിട്ടുണ്ട്. എന്നുവെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു. കഴിക്കാൻ കാരണം ഞാൻ 10-30 വർഷമായിട്ട് ഈ ബിരിയാണി അതുപോലെ കല്യാണത്തിനൊക്കെ ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ നടന്ന ഒരു അനുഭവമുണ്ട്. സത്യം ആ ഒരു എക്സ്പീരിയൻസാണ് ഇവിടം വരെ എത്തിച്ച്. കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കഴിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കഴിച്ച ബിരിയാണിയുടെ അത് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമുക്ക് ഇക്കടെ വിശേഷങ്ങൾ അറിയണമല്ലോ, അത് കഴിഞ്ഞിട്ട് ബാക്കി കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ട? ബിരിയാണി ഇഷ്ടപ്പെടാതെ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനത് പുകഴ്ത്തി പറയുന്നത് ഒന്നുമല്ല. കാര്യം ഇവിടെ നിന്ന് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും എന്താ ടേസ്റ്റ് എന്ന്. ഇനി ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും ഇക്കടെ കൈപ്പുണ്യം. അപ്പം ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തും അറിഞ്ഞിട്ട് ബാക്കി നമുക്ക് പരിപാടിയിലേക്ക് പോവാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അതെ. ഞാൻ അറിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇക്ക കൊച്ചുറായം തൊട്ടേ വാപ്പയായിട്ടും ദോശ കടയിൽ പോകുന്നുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ചേട്ടായിടത്ത് പോയി. അവിടുന്ന് ഒരു കാറ്ററിംഗ് വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇക്ക ഇപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ല കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി നമ്മൾ മുമ്പോട്ട് പോവാണ്. ആ ഓട്ടം വിട്ടു കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ അന്ന് എന്നും കൂടെ ഉണ്ടായിരുന്നത് ഫുഡാണ്, നമ്മുടെ കുക്കിങ്ങാണ് കൂടെ ഉണ്ടായത്. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു യാദൃശ്ചികമായിട്ടാണ് ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട വരാൻ കാര്യം. അതിന് മുമ്പ് വേറെ പെയിൻറ്റിങ്ങിനും അതേപോലുള്ള ജോലി ഞാൻ പോവായിരുന്നു. കാര്യം എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടേ, കാര്യമായിട്ട് വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നു. പഠിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ട് ഇതേ രീതിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ യാദൃശ്യമായിട്ടാണ് ഈ കാറ്ററിംഗ് മേഖലയിലിട്ട് എൻ്റെ ഭാര്യയുടെ ചേട്ടത്തിൻ്റെ ഭർത്താവ് അദ്ദേഹമായിരുന്നു. ഇന്നൾക്ക് പണിയിലായിരിക്കും വിളിച്ചോണ്ട് പോയത്. അതൊരു നിമിത്തമായിരുന്നു. കാര്യം എന്തിനും ഒരു തുടക്കക്കാരനുണ്ടല്ലോ, മുമ്പോട്ട് കൈ പിടിച്ച് അങ്ങനെയാണ് ആ മേഖലയിലിട്ട് ഞാൻ വന്നത്. പിന്നെ കുറേ പുതിയ ഒരു വലിയൊരു കാറ്ററിംഗ് മേഖലയിലേക്കാണ് ഞാൻ ചെന്ന് ചാടി. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറമ്പ് കിടക്കുക ഒരുപാട് ഐറ്റങ്ങൾ. അപ്പം അവിടെ തൊട്ടാണ് ഈ തുടക്കം. ഓരോന്നോരോന്ന് ചെയ്ത് ആദ്യം പാചകവുമായിട്ട് ബന്ധപ്പെട്ട ജോലി അല്ലായിരുന്നു. പാത്രം കഴുകുക, വാഷിംഗ്, ഇങ്ങനത്തെ രീതിയിലായിരുന്നു ആദ്യത്തെ തുടക്കം. കുറേ നാളെ അങ്ങനെ ചെയ്ത് പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് പ്രൊമോഷൻ കിട്ടി ഓരോ സ്റ്റെപ്പ് ചെയ്താണ് നമ്മൾ പാചകത്തിലോട്ട്. പിന്നെ പാചകം ചെയ്യുമ്പോൾ നമ്മളായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഇത് പഠിക്കാനും ഇത് ചെയ്യാനും ഒക്കെ വശമായത്. അതുകൊണ്ട് ഒരുപാട് പേരോട് ഇത് ഈ മേഖലയിൽ ബന്ധപ്പെട്ട ഒത്തിരി പേരുണ്ട്. എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട്, അവരോടൊക്കെ നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോവിഡ് ടൈമിൽ ഒരുപാട് പേരുടെ ജോലി നമ്മുടെ ഈ മേഖലയിലേക്ക് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇക്ക ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക്, അത് നമ്മുടെ
അനിയൻ അല്ല മകൻ ഞാൻ അനിയൻ എന്ന് വിളിച്ച മകൻ മകനാണ്. പുള്ളിക്കാരനാണ് നമ്മളെ ഇതിലേക്ക് ഒരു ഐഡിയ കൊണ്ടുവന്നതും നമ്മളെ ഇതിലേക്ക് ചെയ്യാം. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു അത് അതൊരു അനുഭവം. അപ്പം ഈ കൊറോണ കാലത്ത് ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് ജോലിയില്ലാതെ ഹോട്ടൽ മാത്രമല്ല തൊഴിൽ മേഖല എല്ലാം സ്തംഭിച്ച് നിൽക്കുന്ന ഒരവസരമല്ലേ. അപ്പോൾ ജീവിതം മുന്നോട്ട് പോകണ്ടേ. കൊറോണ എന്നും പറഞ്ഞ് പിറക്കാത്തിരുന്ന കാര്യങ്ങൾ നടക്കില്ല. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ എൻ്റെ മകന് പഠിപ്പെല്ലാം കഴിഞ്ഞപ്പോൾ അവന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഷോർട്ട് ഫിലിമും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കുറച്ച് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും ഇതിനകത്ത് 1-2 ചെയ്തിട്ടുണ്ട്. അഭിനയം അല്ല അഭിനയമല്ല, അവൻ പറഞ്ഞു തന്നു അതുപോലെ ഇങ്ങനെ നടക്കാൻ പറയാൻ അങ്ങോട്ട് നടക്കും. ഇവിടെ വന്നപ്പോ കണ്ടത് എന്തിനും തയ്യാറാണ്, മനസ്സുകൊണ്ട് തയ്യാറാണ്. അത്രേ ഉള്ളൂ. പറഞ്ഞു തന്ന പോലെ അങ്ങോട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് വലിയ മുഖ്യധാര ആർട്ടിസ്റ്റ് അല്ലേ. അപ്പം അതിനെ അങ്ങോട്ട് നടക്കാൻ പറ്റുന്ന നടക്കാം, അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പം മകന് ഒരു ഐഡിയ ഉണ്ട്. ആ ഷോർട്ട് ഫിലിമൊക്കെ എടുത്തിട്ടൊന്നും അതൊന്നും ശരിയായില്ല. അപ്പം അവൻ എന്നോട് പറഞ്ഞ അവനെ അത്തി എന്നാണ് എൻ്റെ മക്കൾ എന്നെ വിളിക്കുന്നത്. അത്തി കുറേ നാളായില്ലേ ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ കുറേ അലഞ്ഞിട്ട് ഒന്നും ആയില്ലല്ലോ. നമുക്കൊരൊറ്റ കൈ, അതാണ് ശരിക്കും പറഞ്ഞത്. ഒരൊറ്റ കൈക്ക് യൂട്യൂബിൻ്റെ അകത്തോട്ട് ഫുഡ് ചെയ്ത് യൂട്യൂബിൻ്റെ അകത്ത് ഇടാൻ പറഞ്ഞു. അത് ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും ഒരുപാട് പേര് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. അത് നമ്മുടെ മലയാളികൾ അതിനുള്ളൊരു അത് ആദ്യത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒന്നും കെയർ ചെയ്യുന്നില്ല. സാമ്പിളായിട്ടാണ് 1-2 എണ്ണം ചെയ്തു. പക്ഷെ അതിൻ്റെ അകത്ത് വിട്ടുകൊടുത്തില്ല. ഇല്ല, പിന്നെയും ചെയ്തുകൊണ്ട് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുവോ അത് ജനങ്ങൾ ഇന്നലെ നാളെ ബോധ്യപ്പെടും എന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ 2-3 വീഡിയോ ചെയ്തിട്ട് ഒന്നും ഒരു നിരാശയായിരുന്നു. എന്നിട്ട് ഫൈറ്റ് ചെയ്തു. അങ്ങനെ എവിടുന്നോ ഒരു ചക്ക കൊണ്ടു, നമ്മളെ വേസ്റ്റ് സാധനമല്ലേ ചക്ക കൊണ്ടുവന്ന് വെട്ടി വേജി കണ്ടിച്ച് പുളിഞ്ചി ഇച്ചിരി അച്ചാറൊക്കെ മാങ്ങാ ചമ്മന്തി ഏണ്ടൊക്കെ ഉണ്ടാക്കി ചക്കപ്പുഴുക്ക് അങ്ങോട്ട് ഇട്ടു. അതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ കണ്ടു. അത് ഒരു ശരിക്കും ഒന്ന് നമ്മുടെ ചാനലൊന്ന് അനങ്ങിയത് ആ ഒരു ചക്കപ്പുഴുക്ക്. അപ്പം നമ്മുടെ ആ ചക്കപ്പുഴുക്കിനോട് അത് കണ്ട ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒരനുഭവമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു തുടങ്ങിയെങ്കിലും എനിക്ക് എൻ്റെ ഒരു അറിവില്ല, എനിക്കറിയാം. കാരണം ആദ്യം ടൈമിൽ ചെയ്യുന്ന സമയത്ത് ലിമിറ്റഡ് ആയിരുന്നു. നമുക്ക് ആ വീടാണെങ്കിലും സാഹചര്യമാണെങ്കിലും വഴി പോലും ഇല്ല. കാട്ടിക്കൂടെ വേണം നമ്മൾ അതുവഴി പോകാനും. ഈ സാധനങ്ങളെല്ലാം മേടിക്കണം. നമുക്ക് ഒരു യൂട്യൂബ് എന്തായാലും റീച്ച് എത്തുന്നതിന് ഒരു സ്ഥിര വരുമാനം എന്തെങ്കിലും കിട്ടണമെങ്കിൽ തന്നെ നല്ല ടൈം എടുക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സ്ട്രഗ്ലിംഗ് ടൈമിൽ ഈ സാധനങ്ങൾ മേടിക്കുക, ഇപ്പം മറ്റേ റെഫ്രിജറേറ്റർ വെച്ചിട്ടാണല്ലോ അതിന്റെ പുറത്തൊക്കെ ഒരു ആക്രിക്കടയിൽ നിന്ന് മേശയില്ലായിരുന്നു. ഒരു ആക്രിക്കടയിൽ നിന്ന് ഫ്രിഡ്ജിന്റെ പുറംഭാഗമുണ്ടല്ലോ അതിന്റെ സാധനം. അപ്പം അത് വെച്ച് കമത്തി അങ്ങോട്ട് വെച്ച് അതിന്റെ പുറത്തിരുന്നിട്ട് അത് വെള്ളം വീണാലും കുഴപ്പമൊന്നുമില്ല, തൂത്ത് കളഞ്ഞിട്ടാണ്. അത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേളിലാണ് ഒരു പഴയ അടുപ്പും വെച്ച് അങ്ങനെ ചെയ്ത്. എൻ്റെ പഴയ വീഡിയോ കാണുമ്പോൾ പലർക്കും അറിയാം ആ ഒരു നിലയിലുള്ള ഒരു ജീവിതമായിരുന്നു എൻ്റെ. ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട്. എന്നിട്ടും നമ്മളത് വിട്ടുകൊടുത്തില്ല. അല്ല, അത് പിന്നെയും ചെയ്ത്. ഇത് യൂട്യൂബ് എന്നുള്ള ഒരു വലിയ കടലാണെന്നുള്ള എനിക്ക് സത്യത്തില്ല. അങ്ങനെ ഒരു കാര്യം എൻ്റെ കയ്യിൽ അത് അത്രയും ഒരു ഫോണ് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അത്ര അറിയത്തില്ല. യൂട്യൂബ് ഇത് ആൾക്കാർ കാണും, ഇത് കാശ് കിട്ടുമോ എങ്ങനെ, ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇതിനെപ്പറ്റി മോനെ എന്തൊക്കെയാണ് അവൻ പറഞ്ഞു തരുന്ന പോലെ, അതായത് ഇതിന്റെ പിന്നെ ഫുൾ മാനേജ്മെന്റ് എല്ലാം പുള്ളിയാണ്. ഇത് വീഡിയോ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ അത് ഇക്കയാണ്. മറ്റുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മോനായിരുന്നു. അതിന്റെ അതിനൊരു വളരെ ഒരു അഭിനന്ദനം കൊടുക്കാം. നമുക്ക് വിളിക്കാം ആളെ ഇപ്പൊ ഇങ്ങോട്ട് കുറച്ച് വിഷയം കഴിഞ്ഞിട്ട് നമുക്ക് ആളെ വിളിക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. മോനായിരുന്നു അതിന്റെ ആ സംഭവങ്ങൾ. പിന്നെ എൻ്റെ പഴയ വീടും എൻ്റെ ചുറ്റുവട്ടവും ഞാൻ ജീവിക്കുന്ന ആ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആൾക്കാർ കണ്ട് അപ്പോൾ അവർ ആ ഒരു സപ്പോർട്ട് നമുക്ക് ചെയ്തു. കാര്യം നമ്മുടെ ആ നിലവാരം ഒന്ന് ഉയരണം, ജീവിത നിലവാരം ഒന്ന് ഉയരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും എനിക്ക് അവരുമായിട്ട് ബന്ധമുണ്ട്. ഒരുപാട് അവരോടൊക്കെ എനിക്ക് നന്ദിയോടെ. ഈ സുഹൃത്തുക്കളെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കൊരു വേറൊരു പ്രത്യേക ഒരു സുഹൃത്തിനെ പറ്റി പറയാനുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ ഒരു മഹാനടൻ, നമ്മുടെ മഹാനടൻ ലാലേട്ടൻ, മോഹൻലാൽ, ശ്രീ മോഹൻലാൽ നമ്മുടെ ഇക്കയെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകെ മോഹൻലാൽ ഫോളോ ചെയ്യുന്ന 30 പേരിൽ ഒരാൾ ഇക്കയാണ്. ഇക്ക പറയുന്നുണ്ടായിരുന്നു അല്ലേ, അമിതാഭ് ബച്ചൻ ആരൊക്കെ അവരൊക്കെ ഫോളോ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടത്, നസീർക്കയുണ്ട്. അത് മോനെ എനിക്ക് അതിനെപ്പറ്റിയും എനിക്കൊന്ന് പറയാനുണ്ട്.
ഈ ഇൻസ്റ്റാഗ്രാം എന്നുള്ള പേജ് തന്നെ ഞാൻ മനസ്സിലാകുന്നത് എൻ്റെ മകളാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ സംഭവം. എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. കാര്യം എനിക്ക് ഫോണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്ര വായിക്കാനോ ടി വി കാണും വലിയൊരു അറിയില്ല അതിനെപ്പറ്റി. അപ്പം മോളാണ് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഇങ്ങനെ റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ആ തിണ്ണലെല്ലാം കണ്ട അവിടെ എൻ്റെ മോളാണ് ഓടിക്കൊണ്ടുവന്ന് എന്നെ അത്തി വിളിക്കുന്നില്ല. ഓടി വന്ന് എൻ്റെ മോള് പറഞ്ഞു അത്തി ഒരു സംഭവം ഉണ്ടായി. ഞാൻ ചോദിച്ചാൽ എന്നാ മോനെ ഒരു സംഭവം ഉണ്ടായി. അത്തി ഞെട്ടും. ഞാൻ പറഞ്ഞു ഞെട്ടത്തില്ല, ഞെട്ടും, ഉറപ്പായിട്ട് ഞെട്ടും. സാക്ഷാൽ സാക്ഷാൽ മോഹൻലാൽ ലാലേട്ടൻ അത്തിയുടെ വീഡിയോ കണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, നമ്മളെന്താ പോയി എന്റെ കിളി പോയി. സത്യത്തിൽ അദ്ദേഹമൊക്കെ എത്ര വലിയ ഉന്നത സ്ഥാനത്തേക്കുന്ന ഒരുപാട് ഫുഡ് ഒരുപാട് ലോകം കണ്ട ആളാണ്. ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഒരുപാട് ലോകം കണ്ട ഒരുപാട് കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളെ കറങ്ങിയിട്ടുള്ള വലിയ മനുഷ്യനാണ്. അദ്ദേഹം അവിടെ കിടക്കുന്നു, ഞാനവിടെ കിടക്കുന്നു. പക്ഷെ അദ്ദേഹം കാണിച്ച ആ മനസ്സുണ്ടല്ലോ എന്നാൽ സത്യത്തിൽ എൻ്റെ ഫുഡിനേക്കാളും എന്നോടുള്ള ഒരു ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇക്കയുടെ പ്രസന്റേഷൻ ഭയങ്കര നിഷ്കളങ്കതയാണ്. ഒരു നമ്മുടെ വീട്ടിലൊരു നമ്മുടെ സ്വന്തം ഒരാൾ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ നമ്മളെ മനസ്സറിഞ്ഞ ഒരു കാര്യം ചെയ്യുന്നു. അത് ആളുകളിലേക്ക് ഇത്ര എത്താൻ കാര്യം എനിക്ക് അതാന്ന് തോന്നുന്നു. ഞാൻ ഈ ഇതൊന്നും അഭിനയിച്ചോ അല്ല പറയുന്നൊന്നും അതിവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു. നമ്മൾ ഒരിതുമില്ല. പാചകത്തിനൊക്കെ ചെല്ലുമ്പോൾ പല രീതിയിലുള്ള പല ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കും, മനസ്സിലായി? അതിൻ്റെ അത് ചെറിയ കുട്ടികളുമായിട്ട് വലിയവരുമായിട്ട്. അപ്പോൾ അവരെല്ലാം നമ്മുടെ കയ്യിലുമായിട്ട് ഇണങ്ങുന്ന രീതിയിലാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആരോട് വന്നാലും ഞാൻ ആ രീതി സംസാരിക്കുന്നത്. അപ്പോൾ ലാൽ സാറ് നമ്മളെ ഫോളോ ചെയ്യുന്ന അതറിഞ്ഞത് കൊണ്ടാണ് സത്യത്തിൽ നിങ്ങളെല്ലാം ഇവിടെ വരുന്നത്. അങ്ങനെ മാത്രം പറയുന്നത്. ഞാൻ അതിന് മുമ്പേ ഇക്കടെ വീഡിയോ ആണ്. എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വലിയ ആൾക്കാരിലേക്ക് അത് എത്തിച്ചേരും. ഇപ്പൊ ഇക്കയ്ക്ക് യൂട്യൂബിൽ 824K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയി. വൈകാതെ 1 മില്യന്റെ സെലിബ്രേഷനും ഉണ്ടാവും. എല്ലാവരും ഒരു ഇതൊക്കെയാണ്. ജീവിതം പതുക്കെ മെച്ചപ്പെടുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആ വഴി നടക്കാത്തതുകൊണ്ട് ഇവിടെ നമ്മുടെ സ്വന്തം വീടല്ല, ഇപ്പോഴും നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇനി പതുക്കെ ഓരോന്നും മെച്ചപ്പെട്ട് മുമ്പോട്ട് പോകണം. പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും പതുക്കെ മുമ്പോട്ട് പോകും. നമ്മുടെ വണ്ടി പതുക്കെ പോകും. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 20-25 വർഷത്തോളം ഈ ജോലി ചെയ്ത് ചൂടടിച്ച് കിഡ്നി സ്റ്റോൺ വരെ ഉണ്ട്. കിഡ്നി സ്റ്റോൺ, എനിക്ക് ലങ്സ്, കുറച്ച് അസുഖങ്ങൾ, പുക കുറെ ആൾ ആശുപത്രിയിൽ ഇപ്പോഴും ആ ഒരു ചികിത്സയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് ആശുപത്രി പോകേണ്ട ദിവസമാണ്. ഞങ്ങള് കാരണമല്ല, ഇന്ന് പോകാൻ സമയം കിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 10 മണി ആകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലണം. എനിക്ക് അതിന് സമയം കിട്ടില്ല. അപ്പം ഇനി വിളിച്ച് നേരത്തെ പറഞ്ഞ് വേറെ ദിവസത്തേക്ക് ആക്കണം. ഓക്കെ ആയോ? അത് ആക്കിയോ? അത് ഇനിയിപ്പം വിളിച്ച് പറയാം. ഹോസ്പിറ്റലാണോ അതോ ഡോക്ടറിന്റെ വീട്ടിൽ പോയി? അല്ല, ഹോസ്പിറ്റലിൽ. അപ്പോൾ നടുവേദന, കിഡ്നി സ്റ്റോണിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ആശുപത്രിയിൽ കിടന്ന് പിന്നെ ഭാരത് ഹോസ്പിറ്റലുണ്ട്. എന്നാ വയ്യാനാവാനാ. ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഇല്ല ഇനി അങ്ങോട്ട് കഷ്ടപ്പെടെല്ലാം കഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇനി പതുക്കെ കയറ്റമായിരിക്കും അല്ലേ ഉമ്മ? അല്ലേ? ഇനി അങ്ങോട്ട് പതുക്കെ കയറ്റമായിരിക്കും. നമ്മൾ കഷ്ടപ്പെടേണ്ട സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഞാൻ ആ അഭിപ്രായം, എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടാവും ഇന്നല്ല നാളെ നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുമെന്നുള്ള വിശ്വസിക്കുന്ന ആളൊക്കെ. നിഷ്കളങ്കത, അതാണ് ഇക്കയ്ക്ക് ടാഗ് ലൈൻ കൊടുക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് അദ്ദേഹത്തെ ഇങ്ങ് വിളിച്ചാലോ? ഇതിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം വന്നു പിന്നെ ഇതിന്റെ പിന്നണി പ്രവർത്തിച്ച ഇക്കയുടെ മകനുണ്ട്, നമ്മുടെ സ്വന്തം ഫിറോസ് ബ്രോയും കൂടെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങള് ഇനി ആള് മുന്നണിയിലേക്ക് വരട്ടെ, ആളുകൾ കാണണ്ടേ ഇതിന്റെ പിന്നണിയിലെ നമ്മുടെ പ്രവർത്തകരെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിറോസ് ബ്രോ. അപ്പം ഇതിന്റെ തുടക്കത്തിൽ ഇക്കെ കൺവിൻസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നതും ഈ ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ആദ്യം തന്നെ ഒരു മകനെന്ന നിലയിൽ വളരെ അഭിമാനമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. കാര്യം എറണാകുളത്തുള്ള നിങ്ങള് അത്തിനെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നു, ഒരുപാട് പേര് അറിയപ്പെടുന്നു, ലാലേട്ടൻ വരെ ഫോളോ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു മകനെന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാര്യം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അത്തി എന്ന് പറയുന്നത്. കാര്യം തട്ടുകട നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ എല്ല് വാരാൻ വരെ പോയിട്ടുണ്ട്, മൃഗങ്ങളുടെ എല്ല് വാരി വളത്തിന് വരെ കൊടുക്കാൻ വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തെ 4 പേര് അറിയണം, അല്ലെങ്കിൽ ആൾക്കാർ പ്രശംസിക്കണം, അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് കാണണം എന്നൊക്കെ പണ്ട് തൊട്ടേ എനിക്ക് ഇതുണ്ടായിരുന്നു. അങ്ങനെ
ആ നിമിഷം എത്തിയിരിക്കുകയാണ്. ഒത്തിരി നന്ദി, നിങ്ങൾ വന്നതിലും കണ്ടതിലും ഒക്കെ ഒരുപാട് ഞങ്ങൾക്ക് സന്തോഷം. ഈ ഇത്രയും കഴിവുള്ളൊരു മനുഷ്യൻ അല്ല മുമ്പോട്ട് കഴിവുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റുമെന്ന് തെളിയിച്ച വ്യക്തിയായിരിക്കും. അല്ല ഇപ്പൊ എൻ്റെ മോൻ പറഞ്ഞില്ലേ, എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. കാര്യം എന്താ വെച്ചാല് ഫാസ്റ്റിലോട്ട് പോയോ? അല്ല അത് അതൊക്കെ നല്ല സന്തോഷിക്കേണ്ട മുഹൂർത്തങ്ങളായിരുന്നു. അല്ല, അങ്ങനെ ഒരു സമയം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അല്ല ഇപ്പൊ അവന് അത് വേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. അത് അത് നമ്മൾ ചെയ്യുന്ന എന്ത് ജോലി നമ്മൾ അഭിമാനത്തോടെ കാണണം. അല്ല അഭിമാനക്കുറവല്ല, അത് ഒരുപാട് പറഞ്ഞാണ്ടല്ലോ. അയ്യോ എൻ്റെ ജീവിതത്തില് നിങ്ങളെല്ലാം വേർത്ത് തന്നെ തള്ളിക്കളി ആ ഒരു ഒറ്റ നിമിഷം. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളെങ്ങനെ വെറുക്കാൻ. എന്നാന്ന് വെച്ചാല് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അത്ര ഒരു കഷ്ടപ്പാട് പറയുമ്പോഴത്തേക്ക് അത് അതിൻ്റെ പിന്നിൽ എല്ലാം ആരാൻ പോകാന്ന് പറഞ്ഞ് എന്തോ ഗ്ലൗസ് ഇല്ല, ഇതൊന്നും ഇല്ലാതെ പിന്നെ കുഴിക്കകത്തിട്ട് ഈ ഇറച്ചി കിട്ടുന്ന എൻ്റെ വേസ്റ്റ് ഇല്ല എല്ലാവരും അതിങ്ങനെ കൊണ്ട് ഓരോരുത്തരും കൊണ്ട് കുഴിക്കകത്ത്, അത് ഇറച്ചിക്കിടക്കാർ തന്നെ അവർക്ക് തന്നെ വലിയ കുഴിയുണ്ട്. ആ കുഴിക്കകത്തോട്ട് ഈ എല്ലാം കൂടെ ഇറക്കിയിട്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അവർ ഈ ഇറച്ചിക്കിടക്കാർ തന്നെ എന്ത് വിൽക്കും അത്. അപ്പം ഞങ്ങൾ ഒരു മുതലാളിയുണ്ട്, ആ മുതലാളി ഇത് വില പറഞ്ഞിട്ട് ഇത് കുഴിക്കകത്ത് ഞങ്ങളെ ഇറങ്ങിയിട്ട് ചാക്കിനകത്ത് ഇത് വാരി ഭയങ്കരമാണോ എന്ന് വെച്ചാൽ നമ്മൾ 7 വെള്ളത്തിൽ കുളിച്ചാൽ പോലും മണം പോകത്തില്ല. അങ്ങനെ ഒരുപാട് ജോലികളൊക്കെ ചെയ്തു കുറെ കാലം മുമ്പായിരുന്നല്ലോ. അങ്ങനെ അതിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അത് എൻ്റെ മുന്നിലോട്ട് അന്നത്തെ അത്ര ഒരു സുഖമുള്ള ഒരു ജോലിയല്ല. മനസ്സിലാവും. അത് കാര്യം അത്തി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതുവരെയാണ് നിങ്ങളല്ല പുഴുക്കളൊക്കെ ഇങ്ങനെ തലേക്കിടയും മൂക്കിടയും കയ്യിൽ എടുത്ത് അന്ന് ഒരർപ്പമൊന്നും തോന്നിയിട്ടില്ല. അതുപോലത്തെ ജോലികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യരായിരുന്നു. പക്ഷെ അതൊക്കെ പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുന്നെയാണ്. ഇവരൊക്കെ ചെറുപ്പമായിരുന്നു. അതെ, ആ സമയത്തൊക്കെയാ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ജീവിതത്തിൽ നല്ലൊരു കാലത്തിലേക്കൊക്കെ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഒരുപാട് പ്രേക്ഷകരുടെയും നമ്മളെ കാണുന്ന ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അവരുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എത്താത്ത ഒരു സാധനമായിരുന്നു. കാര്യം ഒത്തിരി പേര് ഇതിനകത്തുണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡാണ്. അവിടെ അത്തീനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന വളരെ വളരെ സ്നേഹമുള്ള ഒരുപാട് പേരുണ്ട്. അവരെ ഞാൻ ഈ ഒരു അവസരത്തിൽ സ്മരിക്കുകയാണ്. ബ്രോ ഷോർട്ട് ഫിലിം ഈ ഐഡിയ തോന്നാൻ എങ്ങനെ ഇക്കെ ഇതിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരാനും, അല്ല ഇങ്ങനെ നമുക്കൊരു പരിപാടി പിടിക്കാം. ഇക്കയുടെ ഫുഡ് കഴിച്ച് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണും, അത് വേറെ. എങ്കിലും ഇക്ക ഇങ്ങനെ ചെയ്താൽ ഇക്കയ്ക്ക് സമ്മതിക്കുമോ എന്നൊക്കെ ഉള്ളൊരു. അതെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പം വേറെ ജോലിയൊന്നും ശരിയായില്ല. കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഈ കഥയെഴുത്ത് അല്ലെങ്കിൽ ഡയറക്ഷൻ അങ്ങനെയുള്ളതിനോടൊക്കെ ഒരുപാട് താല്പര്യം ഉണ്ടായപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തായിരുന്നു, ലോ ബഡ്ജറ്റിൽ. അപ്പം ചെയ്തപ്പോഴൊന്നും അതൊന്നും ക്ലിക്കായില്ലായിരുന്നു. ക്ലിക്കാതെ വന്നപ്പോൾ അത്തീനെ പിടിച്ച് ഞാൻ കുറച്ച് അഭിനയിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. വേറെ രസമുണ്ട്, ലോട്ടറി വയ്ക്കാൻ ആള് വേണം. അപ്പൊ എന്റെ മകന് തോന്നി ഞാൻ കറക്റ്റാണ്. അങ്ങനെ കുറെ ലോട്ടറി എടുത്തിട്ട് പറഞ്ഞ് അത്തി ഒരു കാര്യത്തിൽ ഈ ലോട്ടറിയും കൊണ്ട് ലോട്ടറി ഞാൻ നടന്നാൽ മതി. ശരി അത്രയല്ലേ, കുഴപ്പമില്ല. എവിടുന്നോ ലോട്ടറി എടുത്തിട്ട് ലോട്ടറി ആ ഒരു രംഗത്ത് തന്നെ പിടിച്ച്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ക്യാമറ മുമ്പിൽ വരാൻ മടിയില്ലെന്നുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തി. അപ്പൊ ക്യാമറ കണ്ടാൽ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതായി. അപ്പോഴത്തേക്കിന് എന്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇങ്ങനെ തകർന്നടിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇല്ല, വ്യൂ ഇല്ലായിരുന്നു. ചാനലുണ്ടായിരുന്നു, അപ്പൊ വ്യൂ ഇല്ലാതെ വന്നപ്പോഴത്തേക്കിന് ഞാൻ ഇപ്പൊ കൊറോണ ഒക്കെ ആയി. അപ്പോഴത്തേക്കിന് എനിക്കും ജോലിയില്ല, അത്തിക്കും ജോലിയില്ല, വീട് അത്യാവശ്യം ബുദ്ധിമുട്ടി പൊക്കോണ്ടിരിക്കുന്ന സമയം. അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്, അതിപ്പോ നാലാള് കാണട്ടെ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ക്യാമറ എടുത്തു. ഫോണായിരുന്നു ആദ്യം. ആ ഫോൺ ക്യാമറ എടുത്തു അത്തേനെ കൊണ്ട് ഒരു പാചകം ചെയ്യിപ്പിച്ച് നോക്കി. ആദ്യത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഒന്നും ക്ലിക്കായില്ലായിരുന്നു. പിന്നെ ആ ചക്കപ്പുഴുക്കില് ഒരു രാശി വന്നു, അതിലാണ് ക്ലിക്കായത്. അങ്ങനെ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. അതാണ് അതിൻ്റെ അകത്തൊരു കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായി. അതാണ് അതിൻ്റെ അത് അവരുടെ വീട്ടിലൊരാളായിട്ട് കണ്ടു, അവർക്കത് മനസ്സിലായി. കാര്യം ഒരുപാട് കഷ്ടപ്പെട്ട് അറിഞ്ഞിട്ടുണ്ട് കുടുംബം നടത്താൻ വേണ്ടി. ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇനിയും മെച്ചപ്പെട്ട് മുമ്പോട്ട് പോട്ടെ, അത് എത്തട്ടെ, സാധിക്കട്ടെ. ഒരു സബ്സ്ക്രൈബറിൽ നിന്ന് ഇപ്പൊ 8,24,000 വരെ എത്തി നിൽക്കുകയാണ്. ഞങ്ങൾ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചു പോലും ഇല്ല. ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് ഒരു 1000 സബ്സ്ക്രൈബർ എങ്കിലും എത്തണം, അത്രയും വിചാരിച്ചു. എനിക്കറിയത്തില്ല, എനിക്ക് സബ്സ്ക്രൈബ് എന്താണ് അല്ലെങ്കിൽ ഇതൊന്നും സത്യത്തിൽ എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇപ്പോഴാണ് അത് കുറിച്ചൊക്കെ മനസ്സിലാക്കി വരുന്നത്.
ഇങ്ങനെയൊക്കെ ചെയ്താലേ അത് ഇവൻ പറയും പ്ലാൻ ആയിട്ട് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാന്നറിയോ പ്ലാൻ ചെയ്തിട്ടെ കറക്റ്റായിട്ട് അതെല്ലാം സോഷ്യൽ മീഡിയയിൽ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗുണമാണ് നമുക്ക് കിട്ടിയത്. മെയിൻ കാര്യം ഇക്കയാണ്, ഇക്കയുടെ കുക്കിംഗ് ആണ് എല്ലാമാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് റീച്ച് എത്തിക്കണമെങ്കിൽ അതിൽ സോഷ്യൽ പ്രവർത്തിക്കേണ്ട ഒരാളുണ്ടല്ലോ. എന്നാന്നറിയോ നമുക്ക് വേറെ വഴിയില്ല, ഇതേ ഉള്ളു നമ്മളെ. ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് പിന്നെയും പറയേണ്ട വരും. എന്നാന്ന് വെച്ചാൽ നമ്മളെക്കാട്ടിൽ പ്രഗത്ഭരായ ഒരുപാട് പാചകക്കാരുണ്ട്. ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് ഒരു അവസരം കിട്ടിയില്ല. എനിക്ക് അവസരം കിട്ടി, അല്ല ഇങ്ങനൊരു അവസരം കിട്ടാൻ കാര്യം ഇവന്റെ ആ ഒരു ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതിന്റെ ഞാനിപ്പോഴും ആ പഴയ പണിയൊക്കെ തന്നെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടി. അതെ അതെ അതെ, ഈ അത്തി ഉള്ളത് കൊണ്ട് ഞാനുള്ളതുകൊണ്ട് അത്തി രണ്ടുപേരും ചേർന്ന് ഈ അച്ഛൻ മകൻ ബന്ധം എന്നും ഇങ്ങനെ 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 എന്താണെന്നറിയോ, ഇങ്ങനെ ഒരു അപ്പനെ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഭയങ്കര ഫ്രണ്ട്ലി. മോൻ എന്നോട് തോന്നില്ല. അതുകൊണ്ടല്ലേ ഇത്ര കംഫർട്ടായിട്ട് എനിക്ക് ആ വീഡിയോ കാണുമ്പോ തന്നെ അറിയാം ഇക്ക ഭയങ്കര കംഫർട്ടായിട്ട് വീഡിയോ എടുക്കുക എന്താണ് ആ ഒരു വിചാരമൊന്നും അല്ല. ഒരാൾ കാഷ്വലായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരോട് ഇത്തിരി സ്നേഹത്തോടെ ഇത്തിരി വാത്സല്യത്തോടെ ഒക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷം വരും, സ്നേഹം വരും. അല്ലേ? ആ സ്നേഹം തന്നെ പ്രേക്ഷകരും തിരിച്ചു തരുന്നു. നമുക്ക് അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മള് ആഹാരം ഉണ്ടാക്കുമ്പോ ആ സ്നേഹത്തിലും ആ ഒരു മനസ്സറിഞ്ഞ് ചെയ്യുമ്പോഴല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതൊക്കെ ഉണ്ട്. പിന്നെ കൈപുണ്യം ആവശ്യത്തിലധികം ഉണ്ട്. നമ്മളിതാണ് എല്ലാവരോടും കഴിവത് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇടപെടുക. അതൊക്കെ ഉള്ളൂ ഈ ജീവിതത്തിൽ ബാക്കി. ഇനി നമുക്ക് ബ്രോ അങ്ങോട്ട് പോയാൽ നമുക്ക് ഇത് മെയിൻ പില്ലർ ഉണ്ടല്ലോ, കൂടെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പില്ലർ. ഇപ്പൊ ഇടയ്ക്കിടെ വീഡിയോയിൽ വരാറുണ്ട്. ഷംനുമായി നമുക്ക് ഇങ്ങോട്ടൊന്ന് വിളിച്ചാലോ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി ഈ കൂടെ ഇത്രയും വർഷം പില്ലറായിട്ട് ഒരാൾ നാളെ കാണുമല്ലോ, ആ ആളെയും കൂടെ വിളിക്കാം. ഷംനുമയെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. വാ ഷംനു. ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലൊക്കെ വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. ആയിക്കൊണ്ടിരുന്നു. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഈ വീഡിയോ ഒക്കെ ഇക്കയുടെ കൂടെ തന്നെ കാണുമല്ലോ എപ്പോഴും? മോനെ ഞങ്ങള് ഞാനും എൻജായും കൂടെ ഏത് മരണം വരെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. എന്ത് ഈ ഒരു സ്നേഹവും ബന്ധവും എപ്പോഴും കൂടെ ഒന്നിച്ച് കാണും. അതേപോലെ ഉണ്ടാക്കുന്ന ഫുഡിലും കാര്യത്തിലും എല്ലാ സ്നേഹവും ഉണ്ട്. ഉണ്ട്. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരുടെ നേരം വിളത്തിരുന്ന് ആലോചിക്കും എന്നാ ചെയ്യണം. എന്നുവെച്ചാൽ എന്നോട് ചോദിക്കേണ്ടി എന്നാ ചെയ്യണം. അങ്ങനെ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടി. ആലോചിച്ചിട്ട് എന്നോട് പറയും ഇത് ചെയ്യട്ടെ, ഞാൻ പറഞ്ഞാൽ അത് ചെയ്യാവുന്നത്. അങ്ങനെ ഞങ്ങൾ ഡെയിലി വീഡിയോ ഇടും. അപ്പൊ ഈ വീഡിയോയിലേക്ക് കൂടെ നിൽക്കാന്നുള്ള ഐഡിയ അതാരാ? ഫിറോസ് ബ്രോയുടെ ആണോ അതോ ആറ് ഐഡിയ ആയിരുന്നു? ഉമ്മയും കൂടെ വന്നിട്ട് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഉമ്മയും കൂടെ വരാന്നുള്ള ആദ്യം വെച്ചാൽ തന്നെ ആയിരുന്നു. നമ്മളെ വീഡിയോയ്ക്ക് കൂടുതലും കുടുംബ പ്രേക്ഷകരെ കൂടുതൽ കാണുന്നത്. അപ്പം തീർച്ചയായിട്ടും ഭാര്യ ഭർത്താക്കന്മാരുടെ ആ ഒരു ബന്ധവും ആ ഒരു സ്നേഹവും ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും സ്നേഹത്തോടെ തന്നെ ജീവിക്കണം എന്നാണ്. പിന്നെ അടുക്കളയില് നമ്മളെ ഉമ്മമാരും അമ്മമാരും മാത്രമല്ല, നമ്മളെ അച്ഛന്മാരും അല്ല നമ്മുടെ മക്കളും എല്ലാരും ഹെൽപ്പ് ചെയ്ത് ഒരുമിച്ച് നിന്ന് പോകും. അതിന്റെ ഒരു എക്സാമ്പിൾ കൂടാണ് രണ്ടുപേരും ജോലി ചെയ്യുന്നത്. അത് അങ്ങനത്തെ നമുക്ക് പുതുതലമുറയ്ക്കാണെങ്കിൽ അത് നല്ല മെസ്സേജ്. എല്ലാവർക്കും ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നതും ഇഷ്ടമാണ്. ആണാണ്. ഉമ്മ നല്ല നാച്ചുറലാ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്, കഴിച്ചിട്ടൊക്കെ പറയുന്നതും രുചിയൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് എനിക്കത് മനസ്സിലാവും. എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കിടാൻ പറ്റത്തില്ല. ആ ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ചിട്ട് പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ ഇച്ചിരി ഉപ്പും ഇടാം. കറക്റ്റായിട്ട് അത് പറയല്ലോ. എന്നാന്ന് മോനെ, ഞമ്മക്ക് ഇഷ്ടപ്പെട്ടത് നമ്മള് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ അവരത് ചെയ്തു നോക്കുന്നതാ. ശരിയാ ചെയ്തു നോക്കുന്നത്. അതെന്തെങ്കിലും ഒരിത് കൊള്ളത്തില്ലെന്നുള്ള ഇത് വരില്ല. അതുകൊണ്ട് നമുക്ക് തൃപ്തി വന്നതിന് ശേഷം മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് അത് പറയുന്നതിൻ്റെ അകത്ത് ചിലർ ഒരു പക്ഷെ പറയും ഷംല വന്നിങ്ങനെ പറഞ്ഞെങ്കിൽ അത് അങ്ങനെ ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ ഫുഡ് എപ്പോഴും ഉണ്ടല്ലോ, 1-2 പേരെ കൊണ്ടൊക്കെ ടച്ച് ചെയ്ത് ജെന്യുവിനായിട്ട് പറയാൻ ആൾക്കാർക്ക് തോന്നുക അത് എന്നിട്ടേ അത് വിളമ്പാവുള്ളൂ. കാര്യം ഞാൻ ആ ബിരിയാണി പണിക്കല്ല ഇതുപോലത്തെ കാറ്ററിംഗ് പണിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ ഈ എന്തെങ്കിലും ഒരു സാധനം റെഡിയാക്കിയിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയ ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറയാം, ഞാനും ഇത് വീഡിയോ കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ട് എനിക്ക് ഫുഡ് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ വന്ന് ഞാൻ ആഹാരം കഴിച്ചപ്പോൾ എനിക്ക് അതിന്റെ ഇഷ്ടം ഒരുപാട് കുറച്ചുകൂടെ കൂടി. കാര്യം അത് ജെനുവിനാണ്. ഉമ്മ ടേസ്റ്റ് ചെയ്യുന്ന എല്ലാം ജെനുവിനാണ്. സത്യത്തിൽ അത് എനിക്ക് ഈ ചാനലിന്റെ ഒരു നെടുന്തൂണ അല്ലെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ തന്നെ. കാര്യം എൻ്റെ ഭാര്യയോട് ഉള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് മാത്രം അവകാശപ്പെട്ട് ഞാൻ മാത്രം ചെയ്താൽ
ചില കാര്യങ്ങൾക്ക് എൻ്റെ ഭാര്യയുടെ അഭിപ്രായം ചോദിക്കും. ആ ഭാര്യ പറയും ഇന്ന രീതി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോളും ഒക്കെ എല്ലാവരും ഒരു കുടുംബം ഒരുമിച്ച് നിന്നിട്ട് മുമ്പോട്ട് വരികയാണ്. നമ്മളെല്ലാരും കഷ്ടപ്പെട്ടാ മോനെ എല്ലാരും. അത് പറഞ്ഞപ്പോഴാ ഇപ്പം നമ്മള് എന്താ മോണിറ്റൈസേഷൻ ആണോ സബ്സ്ക്രൈബേഴ്സ് ആയതാണോ നമ്മുടെ അത് കണക്ട് ഹിറ്റ് ആയത് ഒരു വീഡിയോ, നമ്മുടെ ഫസ്റ്റ് വീഡിയോ റീച്ച് ആകുന്നല്ലേ? അതെന്നാ മോനെ, ഞങ്ങൾക്ക് ഒരു ജപ്തി നോട്ടീസ് വന്നു. ബാങ്ക് ഞങ്ങള് ആധാരം വെച്ചാണ്, നമ്മുടെ കല്യാണത്തിൽ വെച്ചാണ്. പെട്ടെന്ന് 15 ദിവസത്തിനകം നമ്മൾ ആ ജപ്തി അടച്ചില്ലെങ്കിൽ നമ്മൾ ജപ്തി ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ പുറത്തൊന്നും ഒത്തിരി പേരോട് പറഞ്ഞില്ല. പക്ഷെ അതിന്റെ ഒരു മാസമായപ്പോ ഒരു 10 അതിന്റെ ഇപ്പുറം 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ അത് ദൈവത്തിന്റെ പടച്ച ആരുടെയാണോ ഒരു അനുഗ്രഹം നമുക്ക് അന്നേരം കിട്ടി. അങ്ങനെ ഞങ്ങള് ഇത്രയും വരെ ഞങ്ങളെ സഹായിച്ച ആൾക്കാരുണ്ട്, ഒത്തിരി പേര് ഞങ്ങളെ സഹായിച്ചവരുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് തീർച്ചയായിട്ടും ബാങ്കിന്റെ പറയണ്ട, അല്ല ബാങ്കിൽ നിന്ന് ആധാരം വെച്ച് ചെറിയ തുക, അത് നമ്മളെ സംബന്ധിച്ച് അത് വലിയ തുകയാണ്, ബാങ്കിനെ സംബന്ധിച്ച് ചെറിയ തുകയാണ്. പൈസ എടുത്ത് മോളെ ആവശ്യത്തിന് വേണ്ടി മേടിച്ച അതേപോലെ തന്നെ ഞങ്ങളെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ പല പിതാക്കന്മാരും അതുപോലെ ചെയ്തിട്ടുണ്ട്. കടപ്പാടം പറ്റി പൈസ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. അപ്പം ലോൺ അടയ്ക്കാനുള്ള പരിവില്ലാതെ പോയി. അവർ കൊണ്ട് ബാങ്കിന് 15 ദിവസം അവധി വരുമല്ലോ, 15-30 ദിവസമായി, എന്നിട്ട് പൈസ അടയ്ക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഇറങ്ങി കൊടുക്കേണ്ട ഒരു സന്ദർഭം ജീവിതത്തിലുണ്ടായി. ആകാശത്തോട് നോക്കിയിരുന്നു ഞാൻ, എന്ത് ചെയ്യണം. അപ്പം ദൈവം നമുക്കൊരു ഒരു വഴി കാണിച്ചു തന്നു. അങ്ങനെ ഇത് പെട്ടെന്ന് ക്ലിക്കായത് കേട്ടോ. ആദ്യം ഒരു ചക്ക വേവിച്ചതിട്ട് അതങ്ങ് കയറിപ്പോയി. പിന്നെ മോനും ഞങ്ങളെല്ലാം പിന്നെ ഇപ്പൊ നിങ്ങളിപ്പോ ഇത് വരാൻ വന്ന് ലാലേട്ടൻ ഞങ്ങളെ ഫോളോ ചെയ്ത് 26 പേര് 25 പേര് 25 പേര് 26ാമത്തെ അഞ്ചാ ആ 26 പേരില് ഫോളോ ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷവും അഭിമാനവുമാണ്. കാര്യം അത് എല്ലാവരിലേക്കും മനസ്സിന് സ്നേഹമുള്ള നന്മയുള്ള എല്ലാവരിലേക്കും എത്തും. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ കിട്ടുന്ന അംഗീകാരങ്ങൾ. ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഞങ്ങളുടേതായിട്ടുള്ള ഇത് ചെയ്തുകൊണ്ടായിരിക്കും പടച്ചവൻ നമുക്കൊരു വഴി കാണിച്ചു തന്നത്. അത് നോക്കിയാൽ മതി. നാളത്തെ കാര്യം നാളെ. അപ്പൊ ഇനി ഉമ്മ എന്നും ഇതുപോലെ ഇക്കടെ കൂടെ ഉണ്ടാവും നമുക്കറിയാം. അത് നന്നായിട്ട് പോട്ടെ, നല്ല പോലെ നിങ്ങൾ നല്ലൊരു നിലയിൽ എത്തട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി, കടങ്ങളൊക്കെ മാറി, അടിപൊളിയായിട്ട് സന്തോഷമായിട്ട്. പിന്നെ സന്തോഷമാണ് അല്ലെ, ഏത് നിമിഷവും സന്തോഷമായിട്ട് നമ്മൾ ഇരിക്കത്തുള്ളൂ. എങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ പറയാ ഒരു ടെൻഷൻ ഒന്ന് മാറി കിട്ടുമല്ലോ. പ്രശ്നങ്ങൾ കുറച്ചെങ്കിലും കുറഞ്ഞ അത് മാറി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ കുറച്ചേരം ഇക്കായിട്ട് സംസാരിച്ചിട്ട് അപ്പൊ രണ്ടുപേരും വന്നു. അപ്പൊ മകൾ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ മകളും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യായിരുന്നു. അപ്പോഴത്തേക്കും ആ കൊച്ചുമക്കളൊക്കെ മകൾക്ക് മോളൊക്കെ ആയിട്ട് അതും ഒരു സന്തോഷമായിട്ട് സുഖമായിട്ട് അവരും ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്ത് വയ്ക്കാം? നമുക്ക് ഇനി മുമ്പോട്ടുള്ള പ്ലാൻസ് വല്ലതും ഉണ്ടോ വയ്ക്കാം? ഇങ്ങനെ ചാനൽ മാത്രമാണോ അതോ നമുക്ക് അല്ല? കാര്യം എന്നും ഒരേ രീതിയിലുള്ള ഒരു രീതി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് മടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് ഒരു ഭാഗ്യം. എന്നാലും എന്തെങ്കിലും ഒരു ചെറിയ ഒരു സൈഡ് ബിസിനസ് എന്നൊരു ചെയ്യണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അത് ഞാൻ വീട്ടിൽ നമ്മുടെ പിള്ളേരോടും എൻ്റെ ഭാര്യയോടും ഒക്കെ ആലോചിച്ചിട്ട് നമുക്കൊരു ചെറിയ രീതിയിൽ കുറച്ച് അച്ചാറുകളും അതേപോലെ മസാല ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനത് പറയാൻ വിട്ടുപോയി. ഇക്കടെ ഭാഗത്തു നിന്ന് മീനച്ചാർ, ബീഫ് അച്ചാർ, മാങ്ങ അച്ചാർ, അങ്ങനെയുള്ള നല്ല രുചിയായിട്ടുള്ള അച്ചാറുകളുണ്ട്. ഞാൻ വന്നപ്പോൾ കണ്ടു, ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്യുകയും ചെയ്ത്. ഇനി നന്നായിട്ട് പോയി കഴിക്കണം. അപ്പോൾ മെയിൻ സാധനം ബീഫ് അച്ചാറല്ലേ? ബീഫ്, മീന് ഒക്കെ വലിയ ഒരുപാട് ബൾക്കായിട്ട് എടുക്കുന്നില്ല. ഞങ്ങൾക്ക് ആകുന്ന പോലെ, അതായത് ഒരു 10 കിലോ അല്ല 20 കിലോ ഒക്കെ വെച്ചെടുത്ത് അത് കുറേശ്ശെ ഉണ്ടാക്കി ആൾക്കാർക്ക് ആവശ്യപ്പെടുന്ന അനുസരിച്ച് കൊടുക്കുന്നു. അപ്പം അത് ജീവിതത്തിലൊരു മുതൽക്കെട്ടാവട്ടെ. പതുക്കെ അങ്ങനെ കയറി വരാം, അത്രേ ഉള്ളൂ. വലിയ രീതിയിലൊന്നും അല്ല. വീട്ടിൽ തന്നെ നിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മുമ്പോട്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഹോട്ടൽ തുടങ്ങണമെന്നൊക്കെ. ഞാൻ കൊടുത്ത സജഷൻ ഉണ്ട്. ചിക്കൻ ബിരിയാണി അന്യ ഫേമസ് ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഹോട്ടലൊക്കെ ഇട്ട് ചെറുതായിട്ട് ആ പരിപാടി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, എന്തെങ്കിലുമൊക്കെ നമ്മളെ ജീവിതത്തിലെ കാര്യം ഇപ്പോൾ പകുതി കഴിഞ്ഞു.
ആ ഒരു പ്രായം കയറി വരെ ആൾക്കാരെ കൈപുണ്യം മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. ഒരു മനുഷ്യൻ്റെ പകുതി ആയുസ് കഴിഞ്ഞു, ഇനിയും പകുതിയുണ്ട്, അവിടം വരെ എത്തത്തില്ല. എന്നാലും ഈ ഇത്രയും വയസ്സിനിടയിലും വളരെ സന്തോഷിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ നമ്മളങ്ങ് ചിരിക്കുകയാണ്, മനസ്സിൽ സങ്കടം വെച്ച് ചിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് ഒത്തിരി വരുമ്പോഴത്തേക്കാണ് കണ്ണിൽ നിന്നൊക്കെ വരുന്നത്. സന്തോഷത്തിനേക്കാളും കൂടുതലും സങ്കടപ്പെട്ട ഒരാളാണ് ഞാനും എൻ്റെ കുടുംബവും. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ പിന്നിട്ടാണ് ഇവിടം വരെ എത്തി. അത് തന്നെ ഒരു മഹാഭാഗ്യം. എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഇവിടം വരെ എത്താൻ കാര്യം. അപ്പോൾ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാം. താങ്ക് യു. അപ്പം ഇനി മുമ്പോട്ട് ഞാൻ ഇപ്പോൾ ഉമ്മയായിട്ട് ഇന്നിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നന്നായിട്ട് മുമ്പോട്ട് പോട്ടെ. ദൈവം അനുഗ്രഹിക്കും. അത് കൂടാതെ തന്നെ ഈ നമ്മുടെ പുതിയ പ്ലാൻസുകൾ കൊണ്ടുവരിക. നമ്മുടെ ഈ കുക്കിംഗ് വീഡിയോ എന്തായാലും നിരന്തരം തുടരുക. കാരണം ഒരുപാട് നമ്മുടെ ഈ നാട്ടിലുള്ളതാണെങ്കിലും പുറത്തുള്ളവർക്കാണെങ്കിലും അത് ഭയങ്കര സഹായമായിട്ടുണ്ട്. സഹായം മാത്രമല്ല, അവർ എൻഗേജ്ഡ് ആവുന്നുണ്ട്, അവർക്കൊരു സഹായവും കൂടെ ആണ്. കാര്യം അവർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ ഇക്ക ഒരു കാരണക്കാരനാവുന്നുണ്ട്. ആഹാരം ഒരിക്കലും മടുക്കാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ആഹാരം. വ്യത്യസ്തമായ രുചികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. ഇന്ന് ഞാൻ ഇത്രയും എപ്പിസോഡ് ചെയ്ത് 600 വീഡിയോളം ഞാൻ ചെയ്ത്, ഈ 600 എണ്ണത്തിലും വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലത് ചിലപ്പം അറിയാതെ കയറി വന്നിട്ടുണ്ടാലും മിക്കതും ഞാൻ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഇത്. അപ്പോൾ ഒരിക്കലും ആൾക്കാർക്ക് മടുക്കാത്ത ഒരു വിഭവങ്ങളാണ് ഈ ആഹാരം എന്ന് പറയുന്നത്. ഇന്ന് ചെയ്യുന്നതല്ല നാളെ ചെയ്യുന്നത്. കാരണം നമ്മളെ ആഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും പ്രധാന ഒരു കാരണം എന്ന് വെച്ചാൽ ഇക്ക ഇത്രയും വീഡിയോ എന്ന് പറഞ്ഞല്ല, ഈ ഫുഡ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇക്ക സ്വന്തമായിട്ട് തന്നെ സാധനങ്ങൾ മേടിച്ച് കഷ്ടപ്പെട്ട് പാചകം ചെയ്തിട്ടാണ് ഇക്ക ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്. ഞാനിപ്പോൾ രാവിലെ പോയി ഈ ജംഗ്ഷനിലൊക്കെ നമ്മളെ അറിയാവുള്ളൂ, ജനിച്ചു കാണുന്ന നാടൻ കടയിൽ പോയി, പച്ചക്കറി കടയിൽ പോയി, മീൻ കടയിൽ പോകും, ചായക്കടയിൽ പോകും, ചായ കുടിക്കും. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നമ്മളെ എന്നിട്ട് ഇതെല്ലാം കൂടെ പൊതിഞ്ഞ് കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ഓരോന്ന് ഇന്നെന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ ക്ഷമയും കൂടെ ആലോചിക്കും. വേണ്ട ആ ഐറ്റം വേണ്ട, അത് നമ്മൾ നേരത്തെ ചെയ്ത് ഇന്ന് ഇത് അങ്ങനെ ഓരോ സജഷൻ ഞങ്ങൾ ചെറിയ ഐറ്റം വരെ എന്ന് വെച്ചാൽ മാങ്ങാ ചമ്മന്തി ഞാൻ ഒരു ദിവസം കണ്ടു. അത് പക്ഷെ അതിന്റെ കണ്ടിട്ട് വെക്കുമ്പോൾ തന്നെ അത് കൂട്ടി ഒരു പ്ലേറ്റ് ചോറണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അത് മാത്രം മതി എന്നുള്ള ആൾക്കാർക്ക് സമയക്കുറവുണ്ട്. അതെ അതാ ഞാൻ പറഞ്ഞ ചെറിയ ഐറ്റം വരെ കാണിക്കുന്നുണ്ട്. ചെറിയ ഐറ്റം എല്ലാവർക്കും ധൃതിയാ. നമ്മൾ ഹോട്ടലിൽ പോകുന്ന പാസ്പോർട്ട് കഴിക്കാനായിട്ട് തട്ടുകടയിൽ പോയി 4 ദോശ ചമ്മന്തി അടിച്ചാൽ പെട്ടെന്ന് ഒരു ഓംലേറ്റ് കഴിച്ചിട്ട് പോകും. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അകത്താക്കാൻ പറ്റും. ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോൾ മെനു എടുക്കും, പിന്നെ ഇങ്ങനെ സെലക്ട് ചെയ്ത് 1 മണിക്കൂറോളം ഇരുന്ന്. അപ്പോൾ ആൾക്കാർക്ക് സമയമില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ചെറിയ ഐറ്റങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ 2 നാടൻ വിഭവം 2-3 പേർക്ക് ഒരു ഫുഡ് എങ്ങനെ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഞാൻ കൂടുതലും പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് അപ്പോൾ എന്നും മിക്കയുടെ കൂടെയും കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും എല്ലാവരും ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടേക്കാം. നന്നായിരിക്കട്ടെ. താങ്ക് യു പൈസ. അപ്പം ശരി, ഞങ്ങൾ പിന്നെ കാണാം. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.